ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് LCM ആണ്, അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ എന്താണ് ഈ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. ആ രണ്ട് നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ എന്താണ് LCM എന്ന് പറയുന്നത്? LCM എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടാവും. ആ മൾട്ടിപ്പിൾസിൽ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതിനെയാണ് നമ്മൾ LCM അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയാം. അതായത് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് കംസ് ഇൻ ദ മൾട്ടിപ്പിൾ ഓഫ് ദ ബോത്ത് നമ്പേഴ്സ്. തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസിൽ കോമണായി വരുന്ന നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇതാണ് LCMൻ്റെ ഡെഫിനേഷൻ. ഇനി എന്താണ് ഈ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഞാൻ 2 എടുക്കുകയാണ്. ഇപ്പോൾ നമ്പർ 2നെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്പർ 2നെ നമ്മൾ 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നു എന്നാണ്. മൾട്ടിപ്ലിക്കേഷൻ മീൻസ് റിപ്പീറ്റഡ് അഡീഷൻ. ദാറ്റ് ഈസ് 2 + 2 ഓൾസോ ഓർ 2 × 2 എന്ന് പറഞ്ഞാലും ഒരേ ഉത്തരം നമുക്ക് വരിക. അപ്പോൾ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ 1 കൊണ്ടും 2 കൊണ്ടും 3 കൊണ്ടും ആൻഡ് സോ ഓൺ കുറേ നമ്പേഴ്സ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 എടുത്തു, 2 × 1, 2 × 2, 2 × 3, 2 × 4, അങ്ങനെ 2 ഏത് നമ്പർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതിൻ്റെ അർത്ഥം 2 × 3 എന്ന് പറഞ്ഞാൽ എന്താ? 2 എന്ന് പറയുന്ന നമ്പറിനെ 3 തവണ നമ്മൾ ആഡ് ചെയ്യുന്നു. 2 + 2 + 2 അഥവാ 2 × 3 എന്ന് പറയും. അങ്ങനെയാണ് നമുക്ക് 6 വരിക. ഇനി 2 × 4 എന്ന് പറഞ്ഞാൽ എന്താ? 2 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 4 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. 2 + 2 + 2 + 2. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് അഡീഷൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 2 നമ്പേഴ്സ് ഉണ്ട്, 12 ആൻഡ് 18. നമ്മുടെ ജോലി എന്താ? 12ൻ്റെയും 18ൻ്റെയും LCM കണ്ടുപിടിക്കുക. അതായത് 12ൻ്റെ മൾട്ടിപ്പിളിലും 18ൻ്റെ മൾട്ടിപ്പിളിലും കോമണായി വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ അതിൽ ഏറ്റവും ചെറുതാണ് ആര്? നമ്മുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ചെയ്യാം? സ്റ്റെപ്പ് 1 LCM ആണല്ലോ. ഇതിൽ M ആദ്യം ഫോക്കസ് ചെയ്യാം. M എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിളാണ്. അപ്പോൾ തന്നിരിക്കുന്ന 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതും. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 12 ആൻഡ് മൾട്ടിപ്പിൾസ് ഓഫ് 18. മൾട്ടിപ്പിൾസ് ഓഫ് 12 എന്ന് പറഞ്ഞാൽ 12 എന്ന് പറയുന്ന നമ്പറിനെ 1 കൊണ്ടും 2 കൊണ്ടും 3 കൊണ്ടും ആൻഡ് സോ ഓൺ മൾട്ടിപ്ലൈ ചെയ്തതിനെയാണ് മൾട്ടിപ്പിൾസ് ഓഫ് 12 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? മൾട്ടിപ്പിൾസ് ഓഫ് 12 എന്ന് പറയുമ്പോൾ 12 × 1 which is equal to 12, 12 × 2 which is equal to 24, 12 × 3 which is equal to 36. അങ്ങനെ നമ്മൾ അതിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതും. ഈ മൾട്ടിപ്പിൾസ് ഓഫ് 18 എന്താ? സിമിലർലി 18 എന്ന് പറയുന്ന നമ്മളുടെ 1 കൊണ്ടും 2 കൊണ്ടും 3 കൊണ്ടും ആൻഡ് സോ ഓൺ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 18 × 1, 18 × 2, 18 × 3 ആൻഡ് സോ ഓൺ. അതാണ് നമ്മൾ സ്റ്റെപ്പ് 1. അത് നമ്മൾ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 2. ഇനി ആദ്യം നമ്മൾ M എടുത്തു. ഇനി എന്താ? CM എടുക്കുക, അതായത് കോമൺ മൾട്ടിപ്പിൾസ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 12ലും മൾട്ടിപ്പിൾസ് ഓഫ് 18ലും വരുന്ന കോമണായ നമ്പേഴ്സ് എഴുതുക എന്നുള്ളതാണ്. ഈ കോമൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 2 ലിസ്റ്റിലുള്ളത് മൾട്ടിപ്പിൾസ് ഓഫ് 12ലുള്ള നമ്പേഴ്സും മൾട്ടിപ്പിൾസ് ഓഫ് 18ലുള്ള നമ്പേഴ്സും. നമ്മൾ കുമ്പിടി എന്ന് പറയില്ല, അവിടെയും കാണും ഇവിടെയും കാണും. അപ്പോൾ 12ലുള്ള നമ്പേഴ്സും 18ലുള്ള നമ്പേഴ്സിലും 18 ഉള്ള മൾട്ടിപ്പിൾസ് ഓഫ് 18ൽ വരുന്ന നമ്പേഴ്സും എഴുതുക. അപ്പോൾ കോമൺ മൾട്ടിപ്പിൾസ് എന്താ? ആദ്യം വരുന്നത് 36 ആണ്, പിന്നെ വരുന്നത് 72 ആണ്, ആൻഡ് പിന്നെയും കുറേ മൾട്ടിപ്പിൾസ് വരും. നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന കോമൺ മൾട്ടിപ്പിൾസിലെ ഏറ്റവും ചെറിയ നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കുക അല്ലേ? അപ്പോൾ ആദ്യം വരുന്ന നമ്പർ ഏതാ? 36, 72 ഒക്കെ വന്നാലും ആദ്യം വന്ന മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 36. അതല്ലേ നമ്മുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് എമംഗ് ദ കോമൺ മൾട്ടിപ്പിൾസ് ആണ് നമ്മുടെ LCM അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 12ൻ്റെയും 18ൻ്റെയും LCM എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പറഞ്ഞാൽ ആരാ? 36.
അപ്പോൾ ചെറിയ നമ്പേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ 12, 18 പോലെയുള്ള ചെറിയ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ആദ്യം നമ്മൾ മൾട്ടിപ്പിൾസ് എഴുതണം തന്ന നമ്പേഴ്സിൻ്റെ, എന്നിട്ട് ആ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ അവിടെ കോമൺ ആയി വരുന്ന നമ്പേഴ്സ് എടുത്ത് എഴുതുന്നു. എന്നിട്ട് ആ കോമൺ ആയ നമ്പേഴ്സിൻ്റെ ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കും നമ്മുടെ LCM എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ LCM ഓഫ് 10 and 50. രണ്ടും ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, 10ൻ്റെയും 15ൻ്റെയും മൾട്ടിപ്പിൾസ് ആദ്യം നമ്മൾ എഴുതും. 10 into 1, 10 into 2, 10 into 3 പറഞ്ഞാൽ സോ ഓൺ. അപ്പോൾ 10, 20, 30, 40, 50 കിട്ടും. ഈ മൾട്ടിപ്പിൾസ് ഓഫ് 15 എന്ന് പറഞ്ഞാലോ 15 into 1, 15 into 2, 15 into 3 അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ അതിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി വെച്ചു. ഇനി നെക്സ്റ്റ് എന്താ, കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 10 and 50. മൾട്ടിപ്പിൾസ് ഓഫ് 10ലും മൾട്ടിപ്പിൾസ് ഓഫ് 15ലും വരുന്ന കോമൺ നമ്പേഴ്സ് എടുത്ത് എഴുതും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 30 വരും, 60 വരും, പിന്നെ കുറച്ച് നമ്പേഴ്സും ഉണ്ടാവുമല്ലോ. നമ്മുടെ ജോലി LCM കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറിയ ഏതാ നമ്പറാണോ ആ നമ്പർ. കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറുത് ഏതാ വന്നിരിക്കുന്നത്, 30. അപ്പോൾ എന്താവും, LCM ഓഫ് 10, 15 എന്ന് പറയുന്നത് 30 ആവും. അങ്ങനെയാണ് നമ്മൾ ചെറിയ ചെറിയ നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. എങ്ങനെ, ഇൻറ്റു 1 മൾട്ടിപ്പിൾസ് എഴുതുക, അതിൻ്റെ കോമൺ മൾട്ടിപ്പിൾസ് എഴുതുക, അതിന്ന് ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കുക എന്നാണ്. ഇപ്പോൾ വലിയ വലിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 105, 289 അങ്ങനെ വലിയ വലിയ നമ്പേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് എഴുതാൻ ബുദ്ധിമുട്ടാണ്. 105 into 1, 105 into 2 ഇതിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുക, പിന്നെ മറ്റേ നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുക, എന്നിട്ട് കോമൺ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആയ മെത്തേഡ്സാണ്. അപ്പോഴാണ് നമ്മൾ LCM കണ്ടുപിടിക്കാൻ വേറെ പല മെത്തേഡ്സും എഫിഷ്യൻ്റ് ആയ മെത്തേഡ്സ് നോക്കുക. അതാണ് പ്രൈം ഫാക്ടറൈസേഷൻ, ഡിവിഷൻ മെത്തേഡ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.